പത്തനാപുരത്ത് ഭാര്യയെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ജീവനൊടുക്കിയ യുവാവ്. മലപ്പുറം താനൂരിൽ അമ്മായിയമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മരുമകൻ. കൊല്ലം കേരളപുരത്ത് 3 കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യ. ദുരന്തങ്ങളെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നത് വീടുകളിലാണ്. ദാമ്പത്യ പ്രശ്നങ്ങളും സ്വത്ത് തർക്കവും വഴിവിട്ട ബന്ധങ്ങളുമാണ് പല കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തുന്നത്. എന്താണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. കൊല്ലം പത്തനാപുരം സ്വദേശി രൂപേഷും അഞ്ജുവും തമ്മിൽ 8 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പ്രണയകാലം പോലെ ആയിരുന്നില്ല കുടുംബജീവിതം. ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പോലും ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായി. കഴിഞ്ഞ രാത്രിയിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഇതേ തുടർന്ന് രൂപേഷ് ഭാര്യയെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇവരുടെ നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ രൂപേഷ് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയതാണ് കണ്ടത്. പൂർണ്ണമായും പൊള്ളലേറ്റ രൂപേഷിനെ രക്ഷിക്കാനായില്ല. മകളും ഭാര്യയും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. പത്തനാപുരം നടുക്കുന്നുകുളങ്ങര നസീർ ഖാന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രൂപേഷും കുടുംബവും. വെളുപ്പിനെ 3 മണിയോടെയാണ് രൂപേഷ് ഭാര്യ അഞ്ജുവിനെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തിന്റെ പിൻഭാഗത്താണ് അഞ്ജുവിന് പരിക്കേറ്റത്. 7 വയസ്സുകാരിയായ മകൾക്ക് കണ്ണിന്റെ ഭാഗത്താണ് വെട്ടേറ്റത്. തുടർന്ന് രൂപേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പത്തനാപുരം പോലീസും ഫയർഫോഴ്സും എത്തി തീയണച്ച് രൂപേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഞ്ജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലും മകൾ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. കുഞ്ഞപ്പോഴത്തേക്കാണ് അമ്മ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് തള വന്ന് വെച്ച് കൂടിയതിന് ശേഷം കുഞ്ഞ് ഓടിക്കൊണ്ടുവന്നു. കുഞ്ഞ് വന്ന് കണ്ട് ഇവിടെ അങ്ങ് വീണു. അതാണ് കുഞ്ഞ് അവിടെ വന്ന് കടന്നു. അമ്മ എന്നെ വെട്ടി കുഞ്ഞ് വീണത്. കുഞ്ഞ് വന്ന് പറഞ്ഞു അമ്മ എന്നെ വെട്ടി അമ്മയെന്ന് പറഞ്ഞ് കുഞ്ഞ് അവിടെ വന്ന് വീണു. വന്ന് വീണ് കഴിഞ്ഞ് ഞങ്ങളെങ്ങനെയോ എന്തോ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു. വയ്യാത്ത മനുഷ്യരെ ആശുപത്രി കൊണ്ട് ഈ കൊച്ചി വിചാരിച്ചെന്താ കാറുണ്ടല്ലോ ആശുപത്രി കൊണ്ട് പുള്ളിക്കാരൻ ഓടിക്കുന്നതായിരുന്നു. വണ്ടി ഓടുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോട്ടതായി കുഞ്ഞ് ഓടിക്കൊണ്ട് വന്ന് വിളിച്ചത് എന്നെ രക്ഷീരമ്മയെന്ന്. അപ്പൊ ഈ കുഞ്ഞും കൂടെ വന്നെന്ന് പറയുമ്പോൾ ഈ കൊച്ചി കുഞ്ഞിനെ വലിച്ചോണ്ടില്ല ഗേറ്റ് വലിച്ച് തുറന്നങ്ങ് പോയി. ഓട്ടോ ഡ്രൈവറായിരുന്നു രൂപേഷ്. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. അലിമുക്ക് സ്വദേശിയാണ് അഞ്ജു. കുടുംബ വഴക്കാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. രൂപേഷിന്റെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. ന്യൂസ് 18 പുനലൂർ. കൊല്ലം പത്തനാപുരത്തെ വീട്ടിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഭാര്യ ഭർത്തൃബന്ധത്തിലെ പ്രശ്നങ്ങൾ അവരുടെ കുടുംബങ്ങളെ ഒന്നാകെ ബാധിക്കുന്നുണ്ട്. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപും ഭാര്യയും തമ്മിലുള്ള തർക്കം അമ്മായിയമ്മയുടെ ജീവനെടുത്തു. പ്രദീപ് ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും ഇരുമ്പ് വടി കൊണ്ട് ആക്രമിച്ചു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഭാര്യ മാതാവ് മരണത്തിന് കീഴടങ്ങി. മറ്റു 2 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാര്യ രശ്മിയുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും യുവാവ് ആക്രമിച്ചത്. ആക്രമണത്തിനു ശേഷം പോലീസിൽ കീഴടങ്ങിയ പുരം പൊന്നാട്ടിൽ പ്രദീപ് ഇപ്പോൾ റിമാൻഡിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ജയ മരിച്ചത്. മൂലക്കൽ ചേന്നംകുളങ്ങര റോഡിൽ വെച്ചാണ് പ്രദീപ് ഭാര്യ രേഷ്മയെയും ഭാര്യ പിതാവ് വേണുവിനെയും കയ്യിൽ കിട്ടിയിരുന്ന ഇരുമ്പ് വടികൊണ്ട് ആക്രമിച്ചത്. ഇതിനുശേഷം തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ജയയെ ആക്രമിച്ചു. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘമാണ് 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി താൻ ഭാര്യയെയും ഭാര്യയുടെ മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു കീഴടങ്ങിയത്. ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകാത്തതും കുട്ടിയെ വിട്ടുനൽകാത്തതുമാണ് ഇയാളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ രേഷ്മ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. വേണുവിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദീപിനെതിരെ നേരത്തെ വധശ്രമത്തിനാണ് കേസെടുത്തത്.
ജയയുടെ മരണത്തോടെ കൊലക്കുറ്റത്തിന് കേസെടുത്തതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. എന്താണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ചെറിയ പ്രശ്നങ്ങൾ പോലും പലരെയും ജീവനുള്ള. കൊല്ലം കേരളപുരത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തു. പ്രിന്റിംഗ് പ്രസ് ഉടമ രാജീവിനെയും കുടുംബത്തെയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ആരെയും കാണാത്തതിനാൽ പ്രസ് ജീവനക്കാരും സമീപവാസികളും പോയി നോക്കിയപ്പോഴാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗ്രഹനാഥൻ രാജീവ്, ഭാര്യ ആശ എന്നിവർ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും മകൻ മാധവ് കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടത്. ജീവനക്കാരാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇവിടെ കപ്പാറയെന്നും പറഞ്ഞ് ആദ്യം കടപ്പാക്കടയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം കൊണ്ട് അത് സെയിൽ ചെയ്തതിനു ശേഷം ഇവിടെ പെരുന്നാട് പഞ്ചായത്തോട് ചേർന്ന് അദ്ദേഹം സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ജീവനക്കാർ ഡെയിലി അവിടെ സ്ഥാപനത്തിൽ വരുന്നതാണ്. വരാത്തത് കൊണ്ട് ചില ഫോൺ എടുക്കാത്ത കാരണം ജീവനക്കാർ ഇവിടെ വന്ന് തിരക്കിയപ്പോഴാണ് ഗേറ്റ് പൂട്ടിയിരിക്കുന്നതാണ്. അകത്തുനിന്നാണ് പൂട്ടിയിരിക്കുന്നത്. ഒരു മതിൽ ചാടിക്കുമ്പോൾ സമീപവാസിയായിട്ടും സഹായത്തോടും മതിൽ ചാടിക്കടന്നതിന് ശേഷം ഗേറ്റ് തുറന്ന് അകത്ത് നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്. സാമ്പത്തിക ബാധ്യതയാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേരളപുരം കൊപ്പാറയിൽ ഓഫ്സെറ്റ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തിവരികയായിരുന്നു രാജീവ്. രാവിലെ 10 മണിയായിട്ടും രാജീവ് സ്ഥാപനത്തിലെത്താത്തതും ഫോൺ എടുക്കാത്തതുമാണ് ജീവനക്കാർ വീട്ടിൽ വന്ന് അന്വേഷിക്കാൻ കാരണം. ഇവരെത്തുമ്പോൾ വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കുണ്ടറ പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. മദ്യപിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതക്കാരുണ്ട്. ചെറിയ വാക്കുതർക്കങ്ങൾ പിന്നീട് അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്നതാണ് പതിവ്. തൃശൂർ എടമുട്ടത്ത് മദ്യപിച്ച ശേഷമുള്ള വാക്കുതർക്കം ഒരാളുടെ ജീവനെടുത്തു. ചന്ദ്രാപ്രന്നി സ്വദേശി ഹരിദാസ് നായരാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്ത് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിമ്പ്രം മനയത്ത് ക്ഷേത്രത്തിന് സമീപം എടച്ചാലി സുരേഷിന്റെ വീട്ടിലാണ് ഹരിദാസ് നായരെ രാവിലെ മരിച്ച നിലയിൽ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ഹരിദാസ് വീട്ടുവരാന്തയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. കഴുത്തിലാണ് വെട്ടേറ്റിട്ടുള്ളത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഡോസ് കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. ഉറ്റ സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബന്ധങ്ങളെക്കാൾ പണത്തിനും സ്വത്തിനും വില കൽപ്പിക്കുന്നവർ. കൊല്ലം കണ്ണനല്ലൂരിൽ പണം തട്ടിയെടുക്കാനാണ് 2 പേർ ചേർന്ന് സുഹൃത്തിനെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടിയത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ബംഗാൾ സ്വദേശികളെ നാട്ടുകാർ പിടികൂടിയത് തന്ത്രപരമായാണ്. പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. തെളിവ് നശിപ്പിക്കുന്നതിനായി മറവ് ചെയ്ത മൃതദേഹം പോലീസ് രാത്രി തന്നെ പുറത്തെടുത്തിരുന്നു. പണം വെച്ചുള്ള ചീട്ടുകളിയിൽ സമർത്ഥനായിരുന്നു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അൽത്താഫ് മിയ. പ്രതികളായ അൻവറും വികാസും ചേർന്ന് അൽത്താഫിനൊപ്പം ചീട്ടുകളിയിൽ ഏർപ്പെട്ടിരുന്നു. പണം വെച്ചുള്ള ചീട്ടുകളിയിൽ നിന്ന് അൽത്താഫ് ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടിയെന്ന് പോലീസ് പറയുന്നു. ഇരുവരുടെയും കയ്യിലെ പണം നഷ്ടപ്പെട്ടതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പ്രതികൾ താമസിക്കുന്ന കണ്ണനല്ലൂർ കുളപ്പാടത്തേക്ക് ചീട്ട് കളിക്കാനായി അൽത്താഫിനെ വിളിച്ചു വരുത്തി. പ്രതികൾ പണം ആവശ്യപ്പെടുകയും അൽത്താഫുമായി വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. മർദ്ദനമേറ്റ് അവശനായ അൽത്താഫിനെ ഒരാൾ പിന്നിൽ നിന്ന് പിടിക്കുകയും മറ്റേയാൾ ബ്ലേഡ് കൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു.
തുടർന്ന് കൊലപാതകം പുറത്തറിയാതിരിക്കാനായി കുളപ്പാടത്തെ ആളൊഴിഞ്ഞ കാട്ടിൽ മൃതദേഹം കുഴിച്ചുമൂടി. മൂന്ന് ദിവസമായിട്ടും അൽത്താഫിനെ കാണാതെ വന്നതോടെ കണ്ണനല്ലൂർ പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടുന്നത്. കണ്ണനല്ലൂർ പോലീസ് ആദ്യം ഇരുവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പിടിക്കപ്പെടുമെന്ന് സംശയം തോന്നിയ പ്രതികൾ ബംഗാളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അൽത്താഫിനെ മറവ് ചെയ്തെടുത്ത് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പരിശോധന നടത്തി മൃതദേഹം പുറത്തെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ജീവൻ രക്ഷാപ്രവർത്തനത്തെ പ്രകീർത്തിക്കുമ്പോൾ നിയമം കയ്യിലെടുക്കുകയാണ് SFI DYFI പ്രവർത്തകർ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത് പ്രവർത്തകർ പ്രതിയെ മോചിപ്പിച്ചു. ITI തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് കയ്യാങ്കളിക്ക് കാരണമായത്. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം. വിജയാഹ്ലാദ പ്രകടനം നടത്തിയ പ്രവർത്തകർ മടങ്ങുന്നതിനിടെയാണ് പോലീസ് ജീപ്പിന്റെ മുൻവശത്തെ കണ്ണാടി അടിച്ചു തകർത്തത്. പിന്നീട് പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ITIക്ക് മുന്നിലെ കൊടിതോരണങ്ങൾ പോലീസ് അഴിപ്പിച്ചിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസുകാർ ജീപ്പിലിരിക്കെയാണ് പ്രവർത്തകർ ജീപ്പിന് മുകളിൽ വരെ കയറി അക്രമം അഴിച്ചുവിട്ടത്. പിന്നാലെ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ചാലക്കുടിയിലെ DYFI നേതാവ് നിധിൻ പുല്ലന്റെ നേതൃത്വത്തിലാണ് ജീപ്പിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തത്. സംഭവത്തിന് ശേഷം നിധിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ എത്തിയപ്പോൾ CPM പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. എന്നാൽ പോലീസുകാർ വിട്ടില്ല. ബലം പ്രയോഗിച്ച് നിധിൻ പുല്ലനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് നിധിൻ ചാടിപ്പോയി. ന്യൂസ് 18 തൃശൂർ. പോലീസിന്റെ നരനായാട്ടാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറുന്നത്. കായംകുളത്ത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചതായി പരാതി. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 3 പേരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസാരിച്ചു കൊണ്ടുനിന്ന സുഹൃത്തുക്കളുമായി മറ്റൊരു സംഘം വഴക്കുണ്ടാക്കിയപ്പോൾ പോലീസ് എത്തി തങ്ങളെയും മർദ്ദിച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. അതേസമയം ചേരിതിരിഞ്ഞ് വഴക്കുണ്ടായപ്പോൾ കുട്ടികളെ വിരട്ടി ഓടിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. കായംകുളം വേലഞ്ചിറ പുതിയവിള സ്വദേശികളായ 3 വിദ്യാർത്ഥികളെ കനകക്കുന്ന് പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി. 14 വയസ്സുകാരായ 3 പേരും സുഹൃത്തുക്കളാണ്. ഇവരിലൊരാൾ ബാലസംഘം ഏരിയ വൈസ് പ്രസിഡന്റും. ബാലസംഘം യോഗം കഴിഞ്ഞ് വേലഞ്ചിറ ജംഗ്ഷനിലെത്തിയപ്പോൾ മറ്റു 2 വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞ് ഇവിടെ എത്തിയിരുന്നു. 3 മറ്റു സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ എത്തിയ ഒരു സംഘം ഇവരുടെ സുഹൃത്തുക്കളുമായി വഴക്കുണ്ടാക്കിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സംഭവമറിഞ്ഞ് ബൈക്കിലെത്തിയ 2 പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ഞങ്ങൾ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. അവർ വീണ്ടും ലാത്തിയും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ അടിക്കാനായിട്ട് വന്നപ്പം ഞാൻ പറഞ്ഞു, സാറേ നെല്ല് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കേൾക്കാതെ ഓടടാന്നും പറഞ്ഞ് ഞങ്ങളെ അടിച്ചതാണ്. ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അങ്ങനെ ഞങ്ങൾ അടിച്ചുമൊക്കെ ചെയ്ത് കാലും മുട്ടെല്ലാം മുറിഞ്ഞ് എന്നിട്ടും പിന്നെയും വന്ന് ഞങ്ങൾ അടിച്ചും ചെയ്തു. അക്രമത്തിൽ ഒരാളുടെ കാലിന്റെ അസ്ഥിക്ക് ക്ഷതം സംഭവിച്ചു. മുട്ടിനും പരിക്കുണ്ട്. മറ്റൊരാളുടെ കൈവിരലുകൾക്കും കാലിന്റെ തുടയ്ക്കും പരിക്കുണ്ട്. 3ാമത്തെ വിദ്യാർത്ഥിയുടെ കാൽമുട്ട് പൊട്ടി.
പുറത്ത് തോളിനും ലാത്തി കൊണ്ട് അടിയേറ്റു. വിവരമറിഞ്ഞ് വിദ്യാർത്ഥികളെയും കൂട്ടി കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും സംഭവം പോലീസ് നിസ്സാരവൽക്കരിക്കുകയാണെന്നാണ് ആരോപണം. എക്സ്റേ എടുത്ത് മുട്ടൊന്നും അനക്കാൻ വയ്യ, 2 മുട്ടിനും അടികൊണ്ട്. ലെഫ്റ്റ് സൈഡിലെ മുട്ടിൻ്റെ ഫ്രണ്ടിലും റൈറ്റ് സൈഡിൽ ബാക്കിലും. ഇപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പം ശതമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നല്ല വേദനയുണ്ട്, നടക്കാനൊന്നും വയ്യാത്ത അവസ്ഥയാണ്. ഈ 14 വയസ്സുകാരനെ ഇങ്ങനെ അടിക്കണമെങ്കിൽ അത് ക്ഷമിക്കാനുള്ള കേസല്ല. അത് നാളെ CA വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങി വിട്ട്. പിന്നെ എന്നോട് ചോദിച്ചു എന്തോ തീരുമാനം. ഞാൻ പറഞ്ഞു ഒരു തീരുമാനമില്ല സാറേ, ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പം കുഞ്ഞിൻ്റെ കൈക്ക് ഇപ്പം ഡോക്ടർ പറഞ്ഞത് ഈ ഞരമ്പിന് ഒരു ചെറിയ ക്ഷേതമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബാൻഡേജ് ഇട്ട് കുറവില്ല, നമുക്ക് നാളെ ഒന്നുകൂടെ എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. ചൈൽഡ് ലൈനിലടക്കം പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അതേസമയം വേലഞ്ചിറ ജംഗ്ഷനിൽ ചേരിതിരിഞ്ഞ് വഴക്കുണ്ടായപ്പോൾ വിരട്ടി ഓടിക്കുകയാണ് ചെയ്തതെന്നും വിദ്യാർത്ഥികളെ മർദ്ദിച്ചോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കായംകുളം. പോലീസിനെ കയറൂരി വിട്ടാൽ ഈ നാട്ടിൽ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകും. കോഴിക്കോട് മുക്കത്ത് ആദിവാസി വിദ്യാർത്ഥിയാണ് പോലീസ് അകാരണമായി മർദ്ദിച്ചത്. കക്കാടംപൊയിൽ ആദിവാസി കോളനിയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. അതേസമയം കുന്നമംഗലം പോലീസ് ആരോപണം നിഷേധിക്കുകയാണ്. കക്കാടംപൊയിൽ ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥിയെ മാതൃസഹോദരന്റെ വീട്ടിൽ വെച്ച് പോലീസ് മർദ്ദിച്ചതായാണ് പരാതി. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. പിതാവ് നിലമ്പൂരിലും മാതാവ് കോഴിക്കോടുമുള്ള ജോലിസ്ഥലത്തായതിനാൽ വിദ്യാർത്ഥി മാതൃസഹോദരന്റെ വീട്ടിലാണ് കുറച്ചുനാളായി താമസിച്ചിരുന്നത്. പരീക്ഷ കഴിഞ്ഞ് നേരം വൈകി വന്നപ്പോൾ മാതൃസഹോദരൻ ദേഷ്യപ്പെടുകയും പരസ്പരം വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. പ്രശ്നം രൂക്ഷമായപ്പോൾ പോലീസിനെ വിളിച്ചെന്നും കുന്നമംഗലം പോലീസ് എത്തി മർദ്ദിച്ചെന്നുമാണ് വിദ്യാർത്ഥിയുടെ പരാതി. മാമൻ എന്നോട് എന്താ വഴി ചെന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ചെമ്മേൻ്റെ അടുത്ത് പോയോണ്ട് വഴി ചെന്നതെന്ന് പറഞ്ഞു. മാമന് പൂസായിരുന്നു. മാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി അടിച്ച്. അല്ല അമ്മായി പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് വന്ന് കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ഇവിടെ മുറിയുണ്ട്, പിന്നെ തലയ്ക്ക് നീരുണ്ട്, മുഴച്ചിട്ടുണ്ട്. തലയ്ക്കും കാലിനും ഉൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥി മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി. കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്ന് വിദ്യാർത്ഥി പറയുന്നു. എന്നെ കഞ്ചാവ് അടിച്ചോന്ന് ചോദിച്ചിട്ടാണ് ഫസ്റ്റ് അടിച്ചത്. അടിച്ചതിന് ശേഷം എന്നെ കുറെ വലിച്ച് അയച്ച് അതിനുശേഷം അവർ വീഡിയോ എടുത്ത് ഞാൻ അവരോട് ചീത്ത പറയുന്നത്. എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ അത് അവര് വീഡിയോ ഒക്കെ എടുത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവം കുന്നമംഗലം പോലീസ് നിഷേധിച്ചു. അന്നേ ദിവസം രാത്രി പോലീസ് മറ്റൊരു കേസിനായി പോയതായിരുന്നു എന്നും കെട്ടാങ്ങൽ ഭാഗത്തേക്ക് പോയിട്ടില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 മുക്കം. വയനാട് നടവയലിൽ കഴിഞ്ഞ ദിവസം നടന്നത് ആൾക്കൂട്ട ആക്രമണമാണ്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ആളുകൾ കോളേജ് ബസ് ഡ്രൈവറെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. സംഭവത്തിൽ മാനന്തവാടി പോലീസ് കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ കേസെടുത്തു. അതേസമയം നിസ്സാര വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അക്രമികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം. നീയെല്ലാം പ്രശ്നം ഉണ്ടാക്കിയ കോളേജ് ബസ് ഡ്രൈവറായ ഉണ്ടയങ്ങാടി പള്ളിക്കുന്നേൽ ഷിൻസിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 ഇടവക 2-4 വച്ച് കാർ ഡ്രൈവറും സംഘവും ബസ് തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത്. തലയ്ക്കും ചെവിക്കും ഗുരുതരമായി പരുക്കേറ്റ ഷിൻസ് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.
ഞാൻ പിടിച്ചു അത്ര കളി തള്ള മാത്രം ഉണ്ടായിട്ട് അതോ കാര്യം കളിയില്ല എന്നെ പിടിച്ച് തള്ളി ഓനിങ്ങനെ പിടിച്ചല്ലേ അത്ര കളിയിട്ടുള്ളൂ ഇവൻ ഇല്ല കോളർ പിടിച്ചില്ല ഞാൻ കോളർ കയറി പിടിച്ചല്ല ഇവൻ ഒരു 10-20 മിനിറ്റോളം വണ്ടി ബ്ലോക്കിൽ കിടക്കുന്നത് ഇവൻ വന്നു ഇവൻ വന്നപ്പോ ഞാൻ അടിക്കണ കാര്യം ഇത്രയും പിള്ളേർ കണ്ടുകൊടുക്കുന്നത്. കോളേജ് ക്യാമ്പസിലാണ് സംഭവങ്ങളുടെ തുടക്കം. കഴിഞ്ഞ വർഷം കോഴ്സ് പൂർത്തിയാക്കിയ യുവതി ഭർത്താവിനെയും കൂട്ടി കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയിരുന്നു. ഇവരുടെ കാർ കോളേജ് റോഡിൽ നിർത്തിയിട്ടത് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് കോളേജ് ബസ് ഡ്രൈവറായ ഷിൻസ് ഇടപെട്ടത് വാക്കേറ്റത്തിനിടയാക്കി. തുടർന്ന് കാർ യാത്രികർ ബസ്സിനെ പിന്തുടരുകയും 2:04 എത്തിയപ്പോൾ 20ഓളം പേർ തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതികൾ ശ്രമിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടായതെന്നും ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചേർത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നുമാണ് ആരോപണം. നീയെല്ലാം പ്രശ്നം ഉണ്ടാക്കിയ അപ്പോ ഇവിടെ പിടിച്ച കുഴപ്പമില്ല. ന്യൂസ് 18 വയനാട്. ആരെ കൊന്നാലും തല്ലിയാലും ഇനി പീഡിപ്പിച്ചാലും നിയമത്തിന്റെ പഴുതിൽ ഊരിപ്പോകാമെന്നാണ് ചില വക്കീലന്മാരുടെ വിചാരം. മുൻ ഗവൺമെന്റ് ലീഡർ PG മനു ബലാത്സംഗ കേസിലെ പ്രതിയാണ്. നിയമസഹായം തേടിയെത്തിയ ഇരയായ പെൺകുട്ടിയെ അയാൾ അധികാരം പ്രയോഗിച്ച് പീഡിപ്പിച്ചു, പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അഡ്വക്കേറ്റ് മനുവിനെതിരായ കേസ് അതീവ ഗൗരവമുള്ളതെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. അതിനാൽ തന്നെ അയാളുടെ ജാമ്യാപേക്ഷ കോടതി അങ്ങ് തള്ളിയിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കീഴടങ്ങണമെന്നാണ് നിർദ്ദേശം. തന്റെ പ്രൊഫഷണൽ കരിയർ തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കെട്ടിച്ചമച്ച പരാതിയാണെന്ന PG മനുവിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. 10 ദിവസത്തിനുള്ളിൽ കീഴടങ്ങുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഇരയുടെ മാനസിക ശാരീരികാവസ്ഥ സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് സർക്കാരും കേസ് ഡയറിയും അന്വേഷണ സംഘവും ഹാജരാക്കിയിരുന്നു. ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് P ഗോപിനാഥിന്റെ ബെഞ്ച് മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. മനുവിനെതിരായ കേസ് ഗൗരവമുള്ളതാണെന്ന് നേരത്തെ ജാമ്യഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിക്കാമെന്നും മുൻകൂർ ജാമ്യം വേണമെന്നുമായിരുന്നു മനുവിന്റെ ആവശ്യം. എറണാകുളം സ്വദേശിനിയായ യുവതിയെ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാനായി കടവന്ത്രയിലെ വക്കീൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നും ആരോപണമുണ്ടായിരുന്നു. പരാതിയിൽ ചോറ്റാനിക്കര പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് സർക്കാർ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് PG മനുവിനെ നീക്കം ചെയ്തത്. കേസ് അന്വേഷണത്തിനായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് വ്യാപാരികൾ. വയനാട്ടിലും ഇടുക്കിയിലും നിരവധി കടകളിൽ മോഷണം നടന്നു. കട്ടപ്പന കാഞ്ചിയാറിൽ 9 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. കൂടാതെ വില്ലേജ് ഓഫീസ് കുത്തിത്തുറക്കാനും മോഷ്ടാവ് ശ്രമം നടത്തി. വയനാട് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ചായക്കടയിൽ നിന്ന് സിഗരറ്റും പണവും മോഷ്ടാവ് കൊണ്ടുപോയി. വ്യാഴാഴ്ച രാത്രിയാണ് കട്ടപ്പന ലബ്ബക്കടയിൽ 9 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. മിനി സൂപ്പർ മാർക്കറ്റിൽ നിന്നും 2000 രൂപയും സഹകരണ ആശുപത്രിയുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും 4000 രൂപയും സേവന കേന്ദ്രത്തിൽ നിന്ന് 1500 രൂപയും അക്ഷയ കേന്ദ്രത്തിൽ നിന്നും 10000 രൂപയും നഷ്ടമായി. തുണിക്കട, സമീപത്തെ ഓയിൽ മില്ല് എന്നിവിടങ്ങളിൽ മോഷണശ്രമം നടന്നെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. കാഞ്ചിയാർ വില്ലേജ് ഓഫീസ്, ടൗണിലെ ബൈക്ക് വർക്ക്ഷോപ്പ്, ലോട്ടറി കട, കള്ളുഷാപ്പ് എന്നിവ കുത്തിത്തുറക്കുവാനും മോഷ്ടാവ് ശ്രമിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും കവർന്ന രേഖകളെല്ലാം സമീപത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. മോഷണത്തിനായി ഉപയോഗിച്ച ഇരുമ്പുപാരയും സമീപത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു.
അകത്തിരിക്കുന്നതിൽ ഡ്രോയർ തുറന്നെല്ലാം പൂട്ടെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു നോക്കാൻ പറ്റിയല്ല. അവർ ഇപ്പം പോലീസുകാർ പറഞ്ഞത് അത് അവർ വന്നിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര പോയെന്നറിയാൻ പറ്റിയല്ല, പൈസ എങ്ങനെ പോയേക്കുന്നതെന്നൊന്നും നോക്കാൻ പറ്റിയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും എല്ലാം ബാഗിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അത് അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാ ഡ്രോയും തുറന്നിട്ടേക്കും. ഞാൻ കട തുറക്കാൻ വന്നിരുന്നപ്പോൾ പൊളിച്ചിട്ടതായാണ് കാണുന്നത്. ഇവിടെ കുറേ സാമൂഹികരും മറ്റുള്ളവർ അഴിഞ്ഞാടുന്നൊരു സ്ഥലം കൂടിയാണ്. അതിൽ പോലീസിൻ്റെ അനാസ്ഥയുണ്ട്. മുഖംമൂടി വെച്ച് കയ്യുറ ധരിച്ചെത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTV-കളിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ഏകദേശം ഒരു 10-12ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ, അതുപോലെ ഗവൺമെൻറ് വില്ലേജ് ഓഫീസ്, അതുപോലെ വെറ്ററിനറി ഡോക്ടറുടെ ക്ലിനിക്ക്, അതുപോലെ ജനസേവാ കേന്ദ്രം, അതുപോലെ അക്ഷയ കേന്ദ്രം, ഇങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ, ഏകദേശം ഒരു 10-12ഓളം കടകളിൽ വ്യാപകമായ ഒരു മോഷണമാണ് ഇന്നലെ രാത്രി അരങ്ങേറിയത്. ധാരാളം കടകളിൽ അതിനോടനുബന്ധിച്ച് നാശനഷ്ടങ്ങളും അതുപോലൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ജനസേവ അക്ഷയ കേന്ദ്രത്തിന് ഏകദേശം ഒരു 10,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായെന്നാണ് അറിവ്. അതുപോലെ തന്നെ പല വ്യാപാര സ്ഥാപനങ്ങളിലും പല വ്യാപാര സ്ഥാപനങ്ങളിലും ഇപ്പോൾ നിരവധിയായ പണവും അതുപോലൊപ്പം തന്നെ സാമ്പത്തികമായ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വയനാട് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ചായക്കടയിൽ നിന്ന് 12,000 രൂപയുടെ സിഗരറ്റും 2,200 രൂപയുമാണ് മോഷണം പോയത്. ജീവനക്കാരനായ മണി രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് കടയുടെ ഒരു ഭാഗം കുത്തി തുറന്ന് മോഷണം നടത്തിയത് അറിയുന്നത്. സംഭവത്തിൽ കൽപ്പറ്റ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി, വയനാട്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ വിദേശത്തേക്ക് നാടുവിടുകയാണ്. തൊഴിലും മികച്ച വേതനവും ഒക്കെ പറഞ്ഞ് റിക്രൂട്ടിംഗ് ഏജൻസികളും രംഗത്തുണ്ട്. അതിനിടെയാണ് ചില വ്യാജന്മാരുടെ വരവ്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയി സ്ഥിരതാമസമാക്കാമെന്നൊക്കെയാണ് വാഗ്ദാനം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ഒരു സംഘം ഉദ്യോഗാർത്ഥികൾ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടു. പക്ഷെ പരാതിയുമായി തൃക്കാക്കര പോലീസിനെ സമീപിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപമാണ് തട്ടിപ്പിനിരയായവർ ഉന്നയിക്കുന്നത്. കാക്കനാട് പ്രവർത്തിച്ചിരുന്ന യൂറോഫ്ലൈ ഹോളിഡേയ്സ് നൽകിയ വിസിറ്റിംഗ് വിസയും ന്യൂസിലാൻഡിലേക്കുള്ള വിമാന ടിക്കറ്റുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സ്ഥാപനമുടമ ഷംസീറിന്റെയും സംഘത്തിന്റെയും തട്ടിപ്പിനിരയായെന്ന് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും തണുപ്പൻ സമീപനമായിരുന്നുവെന്നും പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇപ്പോൾ 13 ദിവസമായി. ഈ 13 ദിവസമായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല പോലീസുകാർ. ആകെ അവർ ചെയ്തു എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രഷറുകൾ അവർക്ക് വന്നതിൻ്റെ പേരിൽ അതിൽ കണ്ണിൽ പൊടിയിടാവുന്ന രീതിയിൽ ഇന്നലെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് ആക്കി. അതല്ലാതെ അവർ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതിനിടയിൽ ഷംസീർ, സജാദ് എന്ന് പറഞ്ഞ 2 ആളുകളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ആളുകൾ. ഇവർ നിലവിൽ ഒളിവിലാണ്. അവരെ അന്വേഷിക്കാനെന്നുള്ള വ്യാജന ഒരു SIയും 3 പോലീസുകാരും പാലക്കാടിന് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു പോലീസുകാരൻ ഞങ്ങളെ ഇന്നലെ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഷംസീറിന്റെ വീട് എവിടെയാണ്. വാദികളായിട്ടുള്ള ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം പോലീസുകാർക്ക് ആ വീട്. മുഖ്യപ്രതി ഷംസീറിന്റെ മേൽവിലാസവും ഫോട്ടോയും അടക്കം പരാതി നൽകി 2 ആഴ്ചയാകുമ്പോഴും അയാളുടെ വീട് കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. തട്ടിപ്പിനിരയായ പലർക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ജെൻസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ലേഡീസിന്റെ കാര്യമോ അവർ പോയിട്ട് ഹോം നേഴ്സായിട്ടും ഒക്കെ ജോലിക്ക് കയറി 10-15 അത് അവർ പറയുന്നുണ്ട് ചെക്ക് കൊടുത്തിട്ടേക്കാണ് അവർ പോകാനുള്ള പൈസ ഉണ്ടാക്കിയത്. ഇപ്പം ഇവർ നാട്ടിലില്ല, ഇവർ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം കടക്കാരൊക്കെ വന്നിട്ട് വീട്ടിൽ വന്ന് ഹസ്ബൻഡിനെ അവരുടെ കുട്ടികളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ മാസം ഒരു 15 അല്ലെങ്കിൽ മാക്സിമം 20 കിട്ടുമെന്ന് വെച്ചു. ആ 20 വെച്ച് ഇവർ 5 ലക്ഷമൊക്കെ എത്ര മാസം കൊണ്ട് കടം വീട്ടിയെടുക്കും. വീട്ടിൽ കയറാൻ പറ്റാതെ ലേഡീസുമാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇതിപ്പോൾ ഈ പോലീസ് അന്ന് അരമണിക്കൂറല്ലേ 1 മണിക്കൂറും കൂടെ ട്രേസ് ചെയ്തെടുക്കാവുന്ന ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ നമ്പറും ലൊക്കേഷനും ഒക്കെ. അന്ന് നമ്മുടെ സൈബർ സെല്ലും അതിന് ശ്രമിച്ചില്ല, നമ്മുടെ പോലീസും ശ്രമിച്ചില്ല. പോലീസ് കാണിക്കുന്ന അനാസ്ഥ ബോധപൂർവമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പ്രതികളെ പിടികൂടാനായി ഏതറ്റം വരെ പോകുമെന്ന നിലപാടിലാണ് തട്ടിപ്പിനിരയായവർ. ന്യൂസ് 18 കൊച്ചി. ലൈംഗിക അതിക്രമ കേസുകളിലെ ഇരകൾ നീതിക്ക് വേണ്ടി അലയുമ്പോൾ പോക്സോ കേസിൽ പാലക്കാട് നിന്നും ഒരു മാതൃകാപരമായ വിധിയുണ്ടായി. പാലക്കാട് കോങ്ങാട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 82 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചത്. മാങ്കാവ് സ്വദേശി ശിവകുമാർ 3,40,000 രൂപ പിഴയും നൽകാൻ പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു.
11കാരിയെ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം പുറത്തു വന്നത് 2018-ലാണ്. കുരുന്നുകളെ ഇതുപോലെ കാമക്കണ്ണുകളോടെ കാണുന്നവരെ പുറംലോകം കാണാൻ പോലും അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇത് നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്